മനീഷെ, ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. ഇന്ന് 10 മണിക്ക് ഹാജരാകണം എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഷൈൻ നേരത്തെ തന്നെ ഹാജരായിട്ടുണ്ട്. ഇപ്പോൾ സിനിമാ സെറ്റുകളിലാണെങ്കിലും ഷൈനെ കുറിച്ച് പറയാറുള്ള ഒരു കാര്യം കൃത്യനിഷ്ഠയുള്ള ഒരാളാണെന്ന്. ഇപ്പോൾ എന്തായാലും സമയത്തിന് മുൻപേ പറഞ്ഞിരുന്ന സമയം 10 മണിയാണെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ 7:41 ആകുമ്പോൾ തന്നെ ഷൈൻ ടോം ചാക്കോ അവിടെ എത്തിയിട്ടുണ്ട്. ശ്രീനാഥ് ഭാസിയെയും ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ശ്രീനാഥ് ഭാസി ഇതുവരെ എത്തിയെന്ന വിവരം നമുക്ക് ലഭിക്കുന്നില്ല. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിനായി ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിൽ ഹാജരാകുന്ന ദൃശ്യങ്ങളാണ്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യലിനാണ് ഹാജരാകുന്നത്. ഇതിലെ മുഖ്യപ്രതിയായിരുന്ന തസ്ലീമയുടെ ഫോണിൽ നിന്ന് ഷൈനും ശ്രീനാഥ് ഭാസിയുമായി ബന്ധപ്പെട്ടതിന്റെ വിശദാംശങ്ങൾ ലഭിക്കുകയും ചില തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ വരികയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഷൈനും ശ്രീനാഥ് ഭാസിക്കും ഒപ്പം ഒരു മോഡലുണ്ട്. ഒപ്പം തന്നെ മറ്റു ചിലരെയും ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. മനീഷ് മഹിപാൽ ഇതിൻ്റെ വിശദാംശങ്ങളുമായി ചേരുന്നു. മനീഷെ, നേരത്തെ പറഞ്ഞിരുന്നത് ഈ 10 മണിക്കാണ് ചോദ്യം ചെയ്യലെന്നല്ലേ? ഷൈൻ ഇപ്പോൾ 7:41 തന്നെ അവിടെ എത്തിയിട്ടുണ്ടല്ലോ. എന്താണ്, നേരത്തെ എത്താൻ പറഞ്ഞിട്ടാണോ അതോ നേരത്തെ വന്നതാണോ? ഈ കേസിൽ ഇപ്പോൾ 9 മണി 10 മണി സമയത്തേക്ക് എത്തുമെന്നാണ് അറിയിച്ചതെങ്കിലും നേരത്തെ ഷൈൻ ടോം ചാക്കോ ഇവിടെ ഹാജരായിട്ടുണ്ട്. മാധ്യമങ്ങൾ പലവരും ചോദിച്ചു ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ, ഈ തസ്ലീമ സുൽത്താനെ പറഞ്ഞ മൊഴി ഈ തസ്ലീമ സുൽത്താനെ പറഞ്ഞ മൊഴി അനുസരിച്ച് ഈ ഷൈൻ ടോം ചാക്കോയായിട്ട് ബന്ധമുണ്ട്, ഒരുമിച്ച് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അടക്കമുള്ള മൊഴികളുണ്ട്. ഇത് സംബന്ധിച്ച് പല ചോദ്യങ്ങൾ മാധ്യമങ്ങൾ മാറി ചോദിച്ചിട്ടും ഇത് സംബന്ധിച്ച് ഒരു കാര്യവും വ്യക്തമാക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ടാണ് ഷൈൻ ടോം ചാക്കോ നേരത്തെ ഈ സമയത്ത് 10 മണിക്ക് ഹാജരാകാൻ പറഞ്ഞിട്ടും നേരത്തെ എത്തിയത്? ചിലപ്പോൾ മാധ്യമങ്ങളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഈ രീതിയിൽ വന്ന് ഇവിടെ മൊഴി നൽകാനായിരിക്കും വന്നത്. ഇത് ഉദ്യോഗസ്ഥരെ നേരത്തെ കൂടി അറിയിച്ചിട്ടുണ്ടാകാം. അങ്ങനെയായിരിക്കാം അദ്ദേഹം ഒരു 7:40 7:35 സമയത്താണ് ഇവിടെ ആലപ്പുഴ എക്സൈസ് ആസ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഇവിടെ എത്തി അദ്ദേഹം ആദ്യം തന്നെ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് എത്തിയെങ്കിൽ അദ്ദേഹം ഇവിടെ രാവിലെ എത്തിയിട്ടില്ല. ഒപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ഈ ആലപ്പുഴ എക്സൈസ് ആസ്ഥാനത്തെ മറ്റൊരു മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ വെച്ചായിരിക്കും ഇനി മൊഴിയെടുക്കുക. ഇനി ഈ കേസിൽ ഹാജരാകാനുള്ളത് ഈ ശ്രീനാഥ് ഭാസിയും ഒപ്പം തന്നെ കൊച്ചിയിലെ യുവ മോഡലായിട്ടുള്ള സൗമ്യ കൂടി ഹാജരാകാനുണ്ട്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് ഒരു കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു പറയാൻ ഷൈൻ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം ഈ കേസിൽ 9 മണി അല്ലെങ്കിൽ 10 മണിക്ക് ഹാജരാകേണ്ട ഷൈൻ നേരത്തെ ഹാജരാടക്കമുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഒരു സൂചന ഇപ്പോൾ എക്സൈസിൽ ലഭിച്ചിരുന്നു, നേരത്തെ തന്നെ ഹാജരാകാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തനിക്ക് ഒരു ഷൂട്ടിങ്ങോ മറ്റു തിരക്കുകളുണ്ടെങ്കിൽ അങ്ങനെ മൊഴി കൊടുത്തിട്ട് പോകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഷൈൻ നേരത്തെ എത്തിയത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില ശാസ്ത്രീയ സാങ്കേതിക തെളിവുകളൊക്കെ തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എക്സൈസ് ലഭിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ ഉള്ള വിവരങ്ങളൊക്കെ തന്നെ ചോദിച്ചറിയാൻ അങ്ങനെയുള്ള ചോദ്യാവലികൾ തയ്യാറായിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് ഈ ഷൈനെ വിട്ടയക്കണമോ അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യണമോ, ഈ കേസിൽ ഉൾപ്പെടുത്തണമോ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എക്സൈസ് സംഘം നീങ്ങുക. മനുഷ്യ ഷൈനൊപ്പം പിതാവാണോ ഉള്ളത്? ഒരാൾ കൂടെ ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഈ വരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഷൈൻ നടത്തിയിരുന്നോ? ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. നേരെ കയറി പോകുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. ഷൈൻ്റെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അത് ഷൈൻ്റെ പിതാവാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹമാണ് ആദ്യം കാറിൽ നിന്ന് ഇറങ്ങിയത്. പിന്നീട് തൊട്ട് പിന്നാലെയാണ് ഷൈൻ ഈ വാഹനത്തിൻ്റെ മുൻ സീറ്റിൽ നിന്ന് ഇറങ്ങി നടന്ന് പോയത്. അദ്ദേഹം പക്ഷേ മാധ്യമങ്ങളോട് സാധാരണ നേരത്തെയൊക്കെ തന്നെ എറണാകുളത്തടക്കം ഈ കേസിൽ ഹാജരാകാൻ നേരത്തെ നടിയുടെ പരാതിയിലടക്കമുള്ള കേസിലൊക്കെ തന്നെ ഹാജരായ ഘട്ടത്തിൽ ചില കാര്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊന്നും മിണ്ടാൻ തയ്യാറായിരുന്നില്ല. കൃത്യമായ നിയമ ഉപദേശം അടക്കം ഷൈൻ ടോം ചാക്കോയ്ക്ക് ലഭ്യമായിട്ടുണ്ട്. ഒരു പൊതുമധ്യത്തിൽ പരസ്യമായി ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പ്രതികരിക്കുന്നതിലുള്ള നിയമ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ട് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഷൈൻ ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒന്നും മാധ്യമങ്ങൾക്ക് നൽകാതിരുന്നത്. ഒരു പക്ഷേ എക്സൈസുമായി ആലോചിച്ച ശേഷമായിരിക്കും അദ്ദേഹം നേരത്തെ ഈ ഷൈൻ ടോം ചാക്കോ നേരത്തെ എത്താമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ എക്സൈസിൻ്റെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കമ്മീഷണർ ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം 9 മണിയോടുകൂടി മാത്രമേ എത്തുകയുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 9 മണിക്ക് മാത്രമേ ഈ ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയുള്ളൂ. ഒരു പക്ഷേ മാധ്യമങ്ങളുടെ മുൻപിൽ കണ്ണുവെട്ടിച്ച് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ അധികം കിട്ടാത്ത തരത്തിൽ ഇവിടേക്ക് ഈ ആസ്ഥാനത്ത് എത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയായിരിക്കാം ഷൈൻ ഒരു പക്ഷേ രാവിലെ എത്തിയത്. 9 മണിക്ക് മാത്രമേ ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയുള്ളൂ എന്നാണ് നിലവിൽ എക്സൈസിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ആ രീതിയിൽ തന്നെയാണ് ശ്രീനാഥ് ഭാസിയോടും ഒപ്പം തന്നെ കെ സൗമ്യയോട് എത്താൻ പറഞ്ഞിട്ടുള്ളത്. ഈ 3 പേരെയും ഒരുമിച്ചിരുത്തിയും അല്ലാതെയും ചോദ്യം ചെയ്യും. 3 പേർക്കും ഒന്നാം പ്രതി തസ്ലീമയുമായി വലിയ ബന്ധമുണ്ട് എന്നാണ് എക്സൈസിന്റെ നിഗമനം. ഒപ്പം തന്നെ ഈ കേസിൽ ബിഗ് ബോസ് താരമായിട്ടുള്ള ജിൻഡോയോടും
മറ്റൊരു സിനിമാ മേഖലയിലെ നിർമ്മാണ സഹായമായിട്ടുള്ള ജോഷിയോട് നാളെ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അവരോട് ഇന്ന് എത്താൻ പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഈ സാമ്പത്തിക ഇടപാടുകളുമായി സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളിൽ ജിൻഡോയ്ക്കും ജോഷിക്കും ഒരുപക്ഷെ ലഹരി ഇടപാടുകളുമായി ബന്ധം ഉണ്ടായിരിക്കില്ല എന്നുള്ള സംശയമുണ്ട്.